ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ആർട്ടിസ്റ്റ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ കുറച്ച് മുമ്പേ ഇട്ടിട്ടുള്ള ഒരു റീലായിരുന്നു. ഇതിന് ഒരുപാട് കമൻസ് വന്നിരുന്നു. ഇതിൻ്റെ തന്നെ ഞാനൊരു വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബോക്സ് വെച്ചിട്ട് നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ ഹാമ്പേഴ്സ് സെറ്റ് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ. അപ്പോൾ ആ ബോക്സിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് എനിക്ക് കമൻറ്റായിട്ട് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇനി നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. വീഡിയോ മൊത്തത്തിൽ കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ബോക്സിൻ്റെ സെറ്റ് ഇതാണ്. ഇതിപ്പോൾ പെട്ടെന്നൊരു ഹറിബറി ആയിട്ട് എടുക്കുന്ന വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെ ചെറിയൊരു ക്ലാരിറ്റിയുടെ ഇഷ്യൂ ഉണ്ടാവും കേട്ടോ. രാത്രിയാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിതാ വിനായക് ട്രേഡേഴ്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ നിന്നും വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള ഒരു പാഴ്സലാണത് കേട്ടോ. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് അതിലുണ്ട്. ആവശ്യമുള്ളവർക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ വിനായക് ട്രേഡേഴ്സിൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്, അത് ചെക്ക് ചെയ്താൽ അതുവഴിയും നിങ്ങൾക്ക് ഈ ബോക്സസ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ ഇത് അവർ അയച്ചിട്ടുള്ളത് പോസ്റ്റൽ വഴിയാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടത് A3 സൈസിലുള്ള ബോക്സ് ആയിരുന്നു. നമ്മുടെ ഒരു A3 ഫ്രെയിമൊക്കെ കൊള്ളുന്ന രീതിയിലുള്ള ഒരു ബോക്സ് ആയിരുന്നു നേരത്തെ ഞാൻ ആ ഹാമ്പർ സെറ്റ് ചെയ്ത വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് A4 സൈസിലുള്ളതാണ്. ഞാൻ മെയിനായിട്ടും A4 സൈസ് ഫ്രെയിംസൊക്കെ ഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം എന്നുള്ള രീതിയിലാണ് ഞാനിത് വാങ്ങിച്ചത്. പിന്നെ ഇതുപോലെ നമുക്ക് ഹാമ്പേഴ്സിൻ്റെ ഓർഡേഴ്സ് വരുമ്പോൾ നമുക്ക് ഇതിൽ മീൻസ് സെറ്റ് ചെയ്യാവുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലും സെറ്റ് ചെയ്യാം. പിന്നെ ബോക്സിൻ്റെ ക്വാളിറ്റി പറയാതിരിക്കാൻ പറ്റില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബോക്സാണ്. അതിൻ്റെ സൈഡൊക്കെ നമുക്ക് മടക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അത്യാവശ്യം നല്ലോണം പ്രഷർ ചെയ്തിട്ട് വേണം സൈഡൊക്കെ ഫോൾഡ് ചെയ്തിട്ട് വേണ്ടി കൊടുക്കാൻ കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബോക്സാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫ്രെയിമെന്നല്ല, ഇപ്പോൾ ഈ ഡ്രസ്സിൻ്റെയൊക്കെ ഷിപ്പിംഗ് ചെയ്യുന്നവർക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ബോക്സ് ആണിത് കേട്ടോ. പിന്നെ ഇതിനിങ്ങനെ അവരുടെ എന്താ പറയുക, ഫോൾഡ് ചെയ്തിട്ടാവില്ല നമുക്ക് കിട്ടുക. നമ്മൾ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നല്ല ക്വാളിറ്റിയുള്ള ബോക്സാണ്. നിങ്ങൾക്ക് യൂസ് ചെയ്യുമ്പോൾ അത് കയ്യിൽ കിട്ടി നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിതിപ്പോൾ 3ാമത്തെ തവണയാണ് ഒരു ബണ്ടിലായിട്ട് വാങ്ങുന്നത്. നമുക്കിങ്ങനെ ഒരു സെറ്റായിട്ടേ കിട്ടുള്ളൂ, സിംഗിൾ പീസസ് ഒന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് 10 എണ്ണമാണ് അവരുടെ ഒരു സെറ്റിൽ വരുന്നത്. പിന്നെ നമുക്കിവിടെ താഴെ കണ്ടോ, ഇങ്ങനെ സൈഡ് മടക്കിയിട്ട് താഴെ ഒരു ലോക്ക് ചെയ്യാവുന്നൊരു സംഭവം കൂടിയുണ്ട്. അപ്പോൾ നമുക്കതിങ്ങനെ വിട്ടു പോരുമെന്നുള്ളൊരു പേടിയും ഇല്ല. താഴേക്ക് നമുക്ക് ലോക്ക് ചെയ്തിട്ട് വെക്കാം. ഓക്കെ, ഇനി അതിൻ്റെ ടോപ്പ് പോർഷൻ നമ്മൾ ഉള്ളിലേക്കാണ് മടക്കേണ്ടത്. ഉള്ളിലേക്ക് മടക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ബോക്സ് ക്ലോസ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി ബോക്സ് ക്ലോസ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് കണ്ടോ ഇതുപോലൊരു സെറ്റപ്പ് ഉണ്ട്. അത് നമുക്ക് അതിനുള്ളിലേക്ക് ആക്കി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് നമ്മുടെ പ്രോഡക്റ്റ് ഇരുന്നോളും. ഓക്കെ, പിന്നെ ഇനി നമുക്ക് ഒരു സെല്ലോ ടേപ്പിൻ്റെയോ ഒന്നിൻ്റെയും ആവശ്യം വരുന്നില്ല. അത്യാവശ്യം നല്ല സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് നമുക്കിത് ഷിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഒന്നുകൂടി എക്സ്ട്രാ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇൻ കേസ് എന്തെങ്കിലും വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ ക്ലിങ് റാപ്പ് കൊണ്ട് ഒന്ന് കവർ ചെയ്യാറും കൂടിയുണ്ട്. ഓക്കെ, ഇങ്ങനെ ബോക്സ് ഒറ്റയ്ക്കായിട്ട് കൊടുത്തയക്കുന്നതിലും പകരം അത് അഡ്രസ്സും ഡീറ്റെയിൽസും നമ്മുടെ താങ്ക് യു നോട്ട്സും എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ അവസാനം ഒന്ന് ക്ലിങ് റാപ്പ് കൊണ്ട് കവർ ചെയ്തിട്ടാണ് കൊടുക്കാറുള്ളത്. ഇനി ക്ലിങ് റാപ്പ് വേണമെന്നില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നേരത്തെ പറഞ്ഞ പോലെ സെല്ലോ ടേപ്പ് കൊണ്ട് ആ 4 സൈഡും ഒന്ന് ചെറുതായിട്ടൊന്ന് എക്സ്ട്രാ ഒന്ന് സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ 2 ഫ്രെയിമാണ് എനിക്ക് അയക്കാനുള്ളത്. ഈ 2 ഫ്രെയിമും ഒരാൾക്ക് തന്നെയാണ്. അപ്പോൾ ഒരു ബോക്സിൽ തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഈ ഫ്രെയിംസിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഓർഡേഴ്സോ കാര്യങ്ങളോ നമ്മൾ എടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും, കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഫ്രെയിമിൻ്റെയും ഡീറ്റെയിൽസും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ മുമ്പ് വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസൊക്കെ ചാനലിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ഈ ഫ്രെയിം ഒന്ന് ബബിൾ റാപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ഗ്ലാസ് ഷീറ്റിൻ്റെ ഫ്രെയിമാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് ബബിൾ റാപ്പിൻ്റെ ആവശ്യമില്ല. നമുക്കൊരു 2 ലെയർ ബബിൾ റാപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ 2 ഫ്രെയിംസും ഞാൻ ആദ്യം ഒന്ന് ബബിൾ റാപ്പ് ചെയ്തെടുക്കുകയാണ്. ഒരു ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, 2 സൈഡും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് മാക്സിമം ഈ ഒരു ബോക്സിൽ ഇതുപോലെയുള്ള ഒരു 3 ഫ്രെയിംസ് നമുക്ക്
വെച്ചിട്ട് അയക്കാം. ഇപ്പോൾ ഒരു കസ്റ്റമർ തന്നെ 3 ഓർഡറൊക്കെ തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരൊറ്റ ബോക്സ് മതി. മറ്റേത് നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ ഈ കാർഡ്ബോർഡ്, ഇപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ ഓൾഡ് സ്റ്റോക്ക് കാർഡ്ബോർഡൊക്കെ വാങ്ങിയിട്ട് വരുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് വെയിറ്റും കൂടും. നമ്മൾ ഇപ്പോൾ DTDC പോയിട്ട് കൊറിയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വെയിറ്റിനനുസരിച്ചിട്ടാണല്ലോ നമ്മുടെ ഷിപ്പിംഗ് ചാർജ് വരുന്നത്. അപ്പോൾ അതിൻ്റെ വെയിറ്റും കൂടും. ഇതാവുമ്പോൾ ആ ഒരു പേടിയുമില്ല. ഈ ഒരൊറ്റ ബോക്സിൽ തന്നെ നിങ്ങൾക്ക് മാക്സിമം 3 A4 സൈസ് ഫ്രെയിം സുഖമായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമ്പറും അതുപോലെ തന്നെ ഞാൻ അവരുടെ ഇൻസ്റ്റാ പേജും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പോയിട്ട് വാങ്ങിച്ചോളൂ കേട്ടോ. ഒരുപാട് പേര് ലിങ്ക് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ ഈ സംഭവം ഈ ഒരു ബോക്സ് ഓർഡർ ചെയ്ത് നിൽക്കുന്ന സമയത്താണ് ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാൻ ഇത്രയും വൈകിയത്. കാരണം ഇത് വന്നിട്ട് അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു ഞാൻ ഇത്രയും വൈകിയത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാനൊരു താങ്ക് യു നോട്ടും അതുപോലെ തന്നെ എൻ്റെ ഒരു ലോഗോയും ഞാൻ ഒട്ടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ ചില ആൾക്കാർ പറയാറില്ലേ നമുക്ക് ഇപ്പോൾ ഫ്രെയിമൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ ഗിഫ്റ്റ് റാപ്പ് ചെയ്തിട്ട് തരണം എന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ബോക്സ് യൂസ് ചെയ്യാം. ഓക്കെ, നമുക്കൊരു ഗിഫ്റ്റ് റാപ്പിൻ്റെ സംഭവമൊക്കെ മുകളിൽ ഒട്ടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് എന്താ പറയുക, സാറ്റിൻ റിബണോ എന്തെങ്കിലുമൊക്കെ വെച്ച് കെട്ടിക്കൊടുത്താലും നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതാ കണ്ടോ, ഞാൻ അഡ്രസ്സൊക്കെ എഴുതിയിട്ട് അതിൻ്റെ മുകളിൽ ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് ഒന്ന് സെക്യൂർ ചെയ്തിട്ടും കൂടിയുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ അയക്കുന്നത് കേട്ടോ. അപ്പോൾ ബോക്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.